നമ്മൾ വെറും വയറ്റിൽ ഒരു ചായയോ ഒരു കോഫിയോ കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഈ ചായയിൽ ടാനിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ടാനിന് നമ്മൾ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് പെപ്റ്റിക് അൾസർ ഡിസീസ്, ഗ്യാസ് രോഗങ്ങൾ, റിഫ്ലക്സ് ഡിസീസ്, ഇതൊക്കെ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് നല്ലതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ് കൂടെ കഴിക്കുന്നതാണ് നല്ലത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുകയാണ്, അതായിരിക്കും നല്ലത്. പക്ഷേ ഇന്ന് ഞാൻ ഒരു പൊറോട്ടയും ഒരു മുട്ടക്കറിയും ഒരു ഗ്രീൻ ടീയുമാണ് കുടിക്കാൻ പോകുന്നത്. ഓക്കെ, ഏതായാലും ഗ്രീൻ ടീയുടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ കുറച്ച് പാർശ്വഫലങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് പറയാം അല്ലേ. അമിതമായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് ഒരിക്കലും സേഫ് അല്ല കേട്ടോ. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഗ്രീൻ ടീ കുടിക്കാൻ പാടുണ്ടോയെന്ന്. ഒരിക്കലും അതൊരു സേഫ് അല്ല. നമുക്ക് ചെറിയൊരളവിൽ ഗ്രീൻ ടീ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ചെറിയൊരളവിൽ ഏറെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്, നമ്മൾ അഡ്രിനലിൻ ഹോർമോൺ